കഴിഞ്ഞ സ്റ്റാർട്ടപ്പിന്റെ ഇത്തരം ഒരു വെബിനാറിൽ ഒരു പാർട്ടിസിപ്പന്റ് ചോദിച്ച ചോദ്യം, കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എന്റെ ഉത്തരം ഞാൻ കൊടുത്തത് ഒറ്റ പ്രശ്നമുള്ളൂ, കയ്യിൽ കാശില്ല എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. സ്റ്റാർട്ടപ്പുകളുടെ കയ്യിൽ, ബിസിനസ് ചെയ്യുന്നവരുടെ കയ്യിൽ ഫണ്ടില്ല, പോക്കറ്റിൽ കാശില്ല എന്നുള്ളതാണ്. കാരണം നമ്മളാരും പ്രതീക്ഷിക്കാത്ത വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് ഇതുണ്ടായത്. ഒരു ബ്ലാക്ക് സ്വാൻ അല്ലെങ്കിൽ കറുത്ത അരയന്നം എന്ന് സജി സാർ പറഞ്ഞ പോലെ ഇത് പറന്നിറങ്ങിയത് നമ്മളുടെ ബിസിനസിന്റെ മുകളിലേക്ക് മാത്രം. സാധാരണ ഈ ബ്ലാക്ക് സ്വാൻ സംഭവിക്കുന്നത് ഒരു പർട്ടിക്കുലർ ബിസിനസ്സിലായിരിക്കും, ചെറിയ അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ്സിൽ, ആ ഒരു പർട്ടിക്കുലർ ബിസിനസ്. പക്ഷെ ഇത് ഈ ബ്ലാക്ക് സ്വാൻ എന്നുള്ളത് ലോകം മുഴുവനും ഒരുമിച്ച് സംഭവിച്ച ഒരു മഹാമാരി പോലെ ആയി. ഇത് നമ്മളുടേതായ ഒരു കുഴപ്പം കൊണ്ടിട്ട് മാത്രമല്ല, ആരുടെയും കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ല, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച ഒരു ഇഷ്യൂ. ഇതിൽ വന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളൊരു 100 150 കൊല്ലത്തെ പുറകിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പെട്ടെന്ന് എടുത്തെറിയപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ യാത്രകളെല്ലാം മുടങ്ങി, നമ്മൾ വീടിനകത്ത് അടച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ബിസിനസ് ഓർഗനൈസേഷൻസ്, ഫേംസ് മുഴുവൻ അടച്ചിടേണ്ട ഒരവസ്ഥയിലേക്ക് ലോകം മുഴുവൻ സ്തംഭിച്ചു. സാധാരണ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി, നമുക്കിന്നറിയാം, ഇന്ന് യാത്ര ഒരു പ്രശ്നമല്ല. രാവിലെ UAE പോയി വൈകിട്ട് തിരിച്ചു വരുന്ന ആളുകൾ ഒരുപാടുള്ള ഒരു പ്രദേശമാണ് കേരളം. അങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന, യാത്ര ചെയ്യേണ്ടിരുന്ന ഒരു ജനസമൂഹം പെട്ടെന്ന് വിലങ്ങിട്ടതുപോലെ വീട്ടിനുള്ളിൽ അടക്കപ്പെട്ടു. വരുമാനം ഇല്ലാതെയായി. ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ വരുമാനം നിലച്ചു. കാരണം മുമ്പ് തന്നെ നമുക്കറിയാം, ഒരു ബിസിനസ് തുടങ്ങി എല്ലുമുറിയെ പണിയെടുത്താൽ മാത്രമേ നമുക്ക് വരുമാനം ലഭിക്കുന്നുള്ള അവസ്ഥയിൽ നിന്ന് മൊത്തം ഇത് ബ്ലോക്കായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വരുമാനം നിലച്ചു. എന്നാൽ എക്സ്പെൻസ് ഒന്നുകിൽ അതുപോലെ തന്നെ നിലനിൽക്കുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ. അതോടുകൂടി വലിയൊരു ക്രാഷ് ക്രഞ്ചിലേക്ക് ബിസിനസ്സുകൾ എടുത്തെറിയപ്പെട്ടു എന്നുള്ളതാണ്. ഇത് നാസ്കോം എന്നുള്ള സംഘടന, ഒരു ടെക്നോളജി ഇൻഡസ്ട്രി ബോഡിയാണ് നാസ്കോം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോക്ക്ഡൌണിന്റെ സമയത്ത് നാസ്കോം ഒരു സർവേ നടത്തുകയുണ്ട്, അവരൊരു സ്റ്റഡി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ട്. നാസ്കോയുടെ സ്റ്റഡി റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 90% സ്റ്റാർട്ടപ്പുകൾക്കും റവന്യൂ ഡിക്ലൈൻ ചെയ്തു എന്നുള്ളതാണ്. അതായത് വരുമാനത്തിൽ കുറവ് സംഭവിച്ചു. നാച്ചുറലാണ്, അടച്ചിടപ്പെടുന്ന ലോക്ക്ഡൌണിന്റെ ഒരു കാലഘട്ടത്തില് സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമല്ല, ഞാൻ സ്റ്റാർട്ടപ്പ് എന്ന് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുമ്പോഴും ഉദ്ദേശിക്കുന്നത് MSME സെഗ്മെന്റ് ഉൾപ്പെടെയാണ്. കാരണം കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ നിലനിൽക്കുന്ന MSME സെഗ്മെന്റിലാണ്. ഗാലിദ് സാറ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി, ഏകദേശം 1.7 lakhs വ്യവസായങ്ങൾ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ് ആണ്. സ്റ്റാർട്ടപ്പുകൾ എന്ന് എടുത്തു പറയാവുന്ന 2000-3000 കമ്പനികളെ നമുക്ക് കേരളത്തിലുള്ളൂ. ബാക്കിയെല്ലാം MSME സെഗ്മെന്റിലാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉൾപ്പെടെ ഇതിലേക്ക് MSME കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഡെവലപ്മെന്റിലേക്ക് വന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ ഉണ്ടായ വലിയൊരു മാറ്റം. അപ്പം ഈ MSME അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇൻഡസ്ട്രി തന്നെ വലിയൊരു റവന്യൂ ഡിക്ലൈനിങ്, വരുമാനത്തിൽ വലിയൊരു ഇടിവ് സംഭവിച്ചു. നാസ്കോമിന്റെ വേറൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് വെച്ചാൽ 40% സ്റ്റാർട്ടപ്പുകൾ ഷട്ട് ഡൗണിന്റെ വക്കിലാണ്. അതായത് 40% സ്റ്റാർട്ടപ്പുകൾ ലോക്ക്ഡൌൺ കഴിയുന്നതോടുകൂടി പൂട്ടിപ്പോവും എന്നുള്ളതാണ്. ഫൈനാൻഷ്യലി നിലനിൽക്കാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല. ഇതിൽ തന്നെ കുറച്ചുകൂടി ആഴത്തിലേക്ക് നാസ്കോം പോയപ്പോൾ കണ്ടെത്തിയ ഒന്ന്, ഇതിൽ 60% സ്റ്റാർട്ടപ്പുകളും B2C സെഗ്മെന്റ് ആണ്, ബിസിനസ് ടു കൺസ്യൂമർ ആണ്. ഈ B2C സെഗ്മെന്റിലെ 60% കമ്പനികളും അടച്ചുപൂട്ടി പോകും എന്നുള്ളത് സ്റ്റാർട്ടപ്പ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കോവിഡിന്റെ കാലഘട്ടത്തില് വളരെയധികം പ്രതീക്ഷയോടുകൂടി സ്ഥാപിതമായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് വലിയൊരു പ്രശ്നത്തിലേക്ക് ഇതിനെ തള്ളിവിട്ടു. റവന്യൂ കുറയുന്നു, എക്സ്പെൻസസുകൾ അതുപോലെ നിൽക്കുകയോ കൂടുകയോ ചെയ്യുന്നു, മുന്നോട്ട് പോകാനായിട്ട് സാധ്യതകളില്ല. 60%-ഓളം കമ്പനികൾ ഷട്ട് ഡൗൺ ചെയ്ത് അവരുടെ ഓപ്പറേഷൻസ് ഷട്ട് ഡൗൺ ചെയ്യേണ്ട ഒരവസ്ഥ, ഇല്ലാതെയായി പോകുന്ന ഒരു അവസ്ഥ. ഇവിടെയാണ് സർവൈവലിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു
ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നത് സർവൈവലിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനും ഡെലിബറേറ്റ് ചെയ്യുക, നമ്മുടെ ഡയലോഗ്സ് അതിലേക്ക് വരിക, എല്ലാവരും കൂടി ചർച്ച ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് സ്റ്റാർട്ടപ്പുകൾ എങ്ങനെ കൊണ്ടുപോകാം എന്ന് നമ്മൾ ചിന്തിക്കുകയും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അത് തന്നെയാണ് ബൈജു എന്നോട് സംസാരിച്ചപ്പോഴും ഇത്തരം ഒരു വെബിനാർ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടക്ട് ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത ഡിസ്കസ് ചെയ്തപ്പോഴും വന്ന ഇതാണ്, എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത് ബിസിനസ് വളർത്തുന്നതിനെ കുറിച്ചോ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചോ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചോ ഒന്നുമല്ല, എങ്ങനെ നിലനിൽക്കാം. ഇത് നിലനിന്ന് ഇപ്പോഴത്തെ നമ്മൾ കണ്ടതാണ് WHO ഒരു സ്റ്റഡി അനുസരിച്ചിട്ട് ഡിസംബർ വരെ വാക്സിൻ ഇറങ്ങാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത്. അതായത് ഇപ്പോ US അല്ലെങ്കിൽ റഷ്യ വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴും ഇത് 2021 മാർക്കറ്റിലേക്ക് വരുള്ളൂ. 2020 കഴിഞ്ഞെടുക്കണം. 2020 ഡിസംബർ വരെ നിലനിന്നേ പറ്റൂ. ലോകം മുഴുവൻ പഴയ ഓപ്പറേഷനിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഡിസംബർ വരെ നമ്മൾ നിലനിന്ന് സർവൈവൽ ആണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. സർവൈവൽ എന്ന് പറഞ്ഞാൽ പോക്കറ്റിലേക്ക് പണം വന്നം എന്ത് തന്നെയാണ്, എന്ത് തത്വശാസ്ത്രം പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ പോക്കറ്റിലേക്ക് പണം വന്നാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഇത്തരം ഒരു പ്ലാറ്റ്ഫോം നമ്മൾ എല്ലാ ആഴ്ചയും തുടർന്നുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ വളരെ എന്താണ് പറയുക ഇടപെടലുകൾ ഇത്തരം സർവൈവൽ എങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം, എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് രൂപീകരിക്കാം, അല്ലെങ്കിൽ സർവൈവലിന് വേണ്ടി സ്റ്റാർട്ടപ്പുകൾ ചെയ്യുന്ന മാതൃകകൾ എന്താണ്, അവയെ നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുത്താം. ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിപ്പോ പറഞ്ഞത് നമ്മളുടെ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഈ ലോക്ക്ഡൌൺ കാലത്ത് സംഭവിച്ച നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, നാസ്കോമിന്റെ സ്റ്റഡി ഉൾപ്പെടെ. കാരണം ഇതിന്റെ ത്രെറ്റ് എന്താണ് എന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻസിലേക്ക് പോകാനായിട്ട് പറ്റൂ. സജി സാറ് ഇൻട്രൊഡക്ഷൻ ടോക്കിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഒരു ഡിസ്റപ്ഷൻ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാവുക, കൂടുതൽ ഇന്നോവേഷനിലേക്ക് നമ്മൾ കടക്കുക, ഒരു ഡിസ്റപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത്തവണത്തെ ഒരു ഡിസ്റപ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഗ്ലോബൽ ഡിസ്റപ്ഷൻ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ച, അല്ലെങ്കിൽ എറണാകുളത്താണ് നമ്മൾ ബിസിനസ് ചെയ്യണമെങ്കിൽ എറണാകുളം ജില്ലയിൽ മാത്രം സംഭവിച്ച ഒരു ഡിസ്റപ്ഷൻ ഇല്ല, ഗ്ലോബൽ ഡിസ്റപ്ഷൻ ആണ് സംഭവിച്ചത്. മാർക്കറ്റ് മാറി. ഇന്നലെ വരെ മൊബൈൽ കൈകൊണ്ട് തൊടാത്ത, ചിലപ്പോൾ ഓൺലൈനിൽ കയറാത്ത നമ്മളെ കൊച്ചു കുട്ടികൾ വരെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. ഒരു റെവല്യൂഷനാണ് സംഭവിച്ചത്. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോം സൂം എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്ത് എനിക്ക് തോന്നുന്നു ആകാശത്തേക്ക് നോക്കി ഇതിന്റെ ഉടമസ്ഥൻ നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആർക്കും ആവശ്യമില്ല, ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും ഭാഗ്യമായ ഒരു മനുഷ്യൻ സൂമിന്റെ മുതലാളിയായിരിക്കും എന്നുള്ളതൊന്നും. കാരണം ഈ ഒരു ലോക്ക്ഡൌൺ കാലത്തേക്ക് വന്നപ്പോൾ ഒരു ടെക്നോളജിയുടെ ഒരു ആ ഡിസ്റപ്ഷനിലൂടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ സൂം എന്നുള്ള പ്ലാറ്റ്ഫോം എന്നുള്ളത്. ഇപ്പം എന്റെ ബിസിനസ്സിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം സൂമാണ്. മുമ്പ് ട്രാവൽ ചെയ്യുകയും ക്ലയൻസിനെ കാണുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് വീട്ടിൽ എൻ്റെ മുറിയിൽ നിന്ന് എനിക്ക് ക്ലയൻസിനോട് ഞാൻ സംസാരിക്കുന്നു. ചിലപ്പോൾ മീറ്റിംഗുകൾസ് ആയാലും ട്രെയിനിങ് പ്രോഗ്രാമുകളായാലും ഇത്തരം ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു ഫിസിക്കൽ പ്ലാറ്റ്ഫോമിനേക്കാൾ കൂടുതൽ കുറെ കൂടി എഫക്റ്റീവായി ഇപ്പൊ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ചു, സ്കൂളിലേക്ക് പോകുന്നില്ല, രാവിലെ തൊട്ട് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പഠിക്കണം, അവർ പ്രോജക്റ്റ് ചെയ്യുന്നു. എൻ്റെ മകളുണ്ട്, രാവിലെ 8:30 ക്ലാസ് തുടങ്ങും, 10:11 മണിയാകുമ്പോൾ ഫ്രീ ആവും, കുട്ടികളും ഹാപ്പിയാണ്. മറ്റത് ട്രാവലിംഗിന് വേണ്ടി 2-3 മണിക്കൂറുകൾ ചെലവഴിക്കുക, കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലേക്ക് എത്തുക, അവിടെ ഇരുന്ന് പഠിക്കുക, തിരിച്ചു വരിക. ഇതിന് പകരം വീടിന്റെ സ്വകാര്യതയിൽ കംഫർട്ട്നെസ്സിൽ ഇരുന്ന് പഠിക്കുക, ഇന്ററാക്ട് ചെയ്യുക. അതായത് നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. ഇത് പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ഡിസ്റപ്ഷനും പോസിറ്റീവായിട്ട് എടുക്കേണ്ട. ഒരു സ്റ്റീം എഞ്ചിന്റെ ഡിസ്കവറി, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ പവറിന്റെ ഡിസ്കവറി, അതല്ലെങ്കിൽ ജെറ്റിന്റെ ഇതെല്ലാം ഡിസ്റപ്ഷൻ ആണ്. ഇന്നലെ നമ്മൾ ട്രാവൽ ചെയ്തിരുന്ന മോഡിൽ നിന്ന് മാറി ഒരു മണിക്കൂർ കൊണ്ട് 600 കിലോമീറ്റർ താണ്ടാവുന്ന ഒരു ജെറ്റ് വന്നു, അല്ലെ? മുമ്പ് 600 കിലോ, ഒന്ന് ആലോചിച്ച് നോക്കും. 19-ാം നൂറ്റാണ്ടിന്റെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുക, പൊതിച്ചോറുമായിട്ട് നടന്ന് നമ്മുടെ പിതാമഹന്മാർ നടന്നിരുന്ന ഒരു സ്ഥാനത്ത് ഇന്ന് വളരെ സ്പീഡേറിയ വാഹന ഗതാഗതം നമ്മൾ ഉപയോഗിക്കുന്നു.
രാജ്യങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു. ഇന്ന് നമ്മൾ എനിക്കൊന്ന് കേരളത്തിൽ കൂടുതൽ ഇമ്പോർട്ട് നടക്കുന്നത് ചൈനയിൽ നിന്നാണ്. അല്ല, ഈ ചൈനയിൽ എനിക്കൊന്ന് മദ്രാസിലോ ബാംഗ്ലൂരോ പോയി വരുന്ന പോലെ ചൈനയിൽ പോയി വരുന്ന എത്രയോ ബിസിനസ്. നമ്മുടെ അകലം നമ്മൾ കുറഞ്ഞു. ഇന്ന് ഇപ്പോ ഒരു വെബിനാർ നടത്തുമ്പോൾ മുമ്പ് ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം, നമ്മൾ ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നത് ഒന്നില് തൊട്ടടുത്തുള്ള ജില്ലയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈവൻ കുറച്ചുകൂടി പറഞ്ഞ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ആള്. ഇതിനപ്പുറത്തേക്ക്. പക്ഷെ ഇപ്പൊ ഒരു വെബിനാറോ ഒരു ട്രെയിനിങ്ങോ നമ്മൾ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്, പങ്കെടുക്കുന്ന ഒരാൾ UK നിന്ന്, ഒരാൾ കാനഡയിൽ നിന്ന്, ഒരാൾ US നിന്ന്, ഏഷ്യയുടെ വിവിധ ഭാഗങ്ങൾ, ജപ്പാനിൽ നിന്ന്, ചൈനയിൽ നിന്ന്, നമ്മുടെ മലയാളികൾ ലോകത്ത് എവിടെയുണ്ടോ അവർ മുഴുവൻ നമ്മളിപ്പോ കാണാനും നമുക്ക് സംവേദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. ടെക്നോളജിയുടെ വലിയൊരു ഡെവലപ്മെന്റ് ആണ്. ഈ ടെക്നോളജി ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു കോവിഡ് കാലത്ത് എന്ത് സംഭവിച്ചാനേ എന്ന് നമ്മൾ ആലോചിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ നമ്മുടെ ഏറ്റവും വലിയ വരദാനം എന്ന് നമുക്കിപ്പോൾ കിട്ടിയത് ടെക്നോളജിയാണ്. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നു, നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, നമ്മൾ അകലെയാണെങ്കിൽ പോലും അടുത്താണെന്നുള്ള തോന്നലുകൾ മറ്റുള്ളവരിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു, ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റുന്നു, ഇത്തരം വെബിനാറുകളിലൂടെ നമുക്ക് പരസ്പരം സംവേദിക്കാനായിട്ട് പറ്റുന്നു, ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നു, സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നെഗറ്റീവ്സ് ഒരുപാടുണ്ടെങ്കിൽ പോലും അത്രയും തന്നെ അതിലേറെയോ പോസിറ്റീവ്സും നമുക്ക് വന്നു കഴിഞ്ഞു. അത് സജി സാറും ഷെറിൻ സാറും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു. ഇനി നമ്മൾ പോകുന്നത് നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം. ഈ സർവൈവ് ചെയ്യാനായിട്ട് സ്ട്രാറ്റജീസ് എങ്ങനെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാം, അതിന് വിജയകരമായ മാതൃകകൾ ഉണ്ടോ? ശരിക്കും ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ അതിന്റെ വിജയകരമായ മാതൃകയിലേക്ക് വന്ന ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്. അവര് ചെയ്ത ചില സ്ട്രാറ്റജീസ് ചൂണ്ടിക്കാട്ടാനാണ് ഞാൻ എൻ്റെ സമയം വിനിയോഗിക്കുന്നത്. ആ സ്ട്രാറ്റജീസ് എന്താണെന്ന് നമ്മൾ പഠിക്കുകയും നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ തിങ്ക് ചെയ്യുകയും ചെയ്യുക. ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന്, നാസ്കോമിന്റെ സ്റ്റഡിയിൽ തന്നെ അവർ ചൂണ്ടിക്കാണിച്ച 3 സ്ട്രാറ്റജീസ് ഉണ്ട്. ഈ 3 സ്ട്രാറ്റജിയിൽ ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലേയിങ് ഓഫ് എംപ്ലോയീസ് എന്നുള്ളതാണ്. അതായത് എക്സ്പെൻസ് വെട്ടിക്കുറക്കാനായിട്ട് എന്ത് ചെയ്യുക, എംപ്ലോയീസിനെ കട്ട് ഡൗൺ ചെയ്യുക, നമ്മുടെ സ്ഥാപനങ്ങളിൽ എംപ്ലോയീസിന്റെ എണ്ണം കുറക്കുക. രണ്ടാമത്തത് സ്ലാഷിങ് സാലറീസ്, അതായത് സാലറി വെട്ടിക്കുറക്കുക. നമുക്ക് മുഴുവൻ സാലറി കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് 50%, 30% കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള സാലറി ചിലപ്പോൾ വെട്ടിക്കുറക്കും. 2, സീസിങ് എക്സ്പാൻഷൻ പ്ലാൻസ്, ന്യൂ പ്രോജക്ട്സ്. എക്സ്പാൻഷൻ പ്ലാനുകളും പുതിയ പ്രോജക്റ്റുകളും മാറ്റിവെക്കുക. ഇതാണ് കമ്പനികൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള സ്റ്റഡിയാണ് നാസ്കോം പുറത്തേക്ക് വിട്ടത്. 3 കാര്യം. ഒന്ന്, സാലറി വെട്ടിക്കുറക്കുക, എംപ്ലോയീസിനെ വെട്ടിക്കുറക്കുക, പുതിയ പ്ലാനുകളൊന്നും ഉണ്ടാവാതിരിക്കുക, പുതിയ പ്രോജക്റ്റുകളൊന്നും ടേക്കപ്പ് ചെയ്യാതിരിക്കുക, ഉള്ള കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. ഈ 3 കാര്യങ്ങളായിരിക്കും കമ്പനികൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ, ബിസിനസ്സുകൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് നാസ്കോം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇത് നമുക്കറിയാം, നമ്മുടെ സ്ഥാപനങ്ങളിലെ എംപ്ലോയീസിനെ വെട്ടിക്കുറക്കുക എന്നാൽ ഇത്രയും വേദനാജനകമായ ഒരു കാര്യം നമുക്കില്ല. പിടിച്ചു നിൽക്കാൻ വരുമ്പോൾ എംപ്ലോയീസിനെ വെട്ടിക്കുറക്കുക, സാലറി കുറക്കുക. ശരിയാണ്, നമുക്ക് നമ്മുടെ എംപ്ലോയീസിന് നമുക്കും കുടുംബമുണ്ട്, ഇത് ജീവിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് എന്ന് തെളിയിച്ച ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഈ ലോകത്തുണ്ട്. അപ്പൊ അത്തരം ചില വിജയ മാതൃകകൾ നമുക്കുണ്ട്. ആ മാതൃകകൾ അവർ പിന്തുടർന്ന ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ഇത് ഏതായിരിക്കും നമുക്ക് സ്യൂട്ടബിൾ ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക, നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുക, നമ്മൾ വിജയിപ്പിക്കാനായിട്ട് നോക്കുക എന്നുള്ളത്. മുമ്പ് നമുക്കൊരു കാര്യമുണ്ടായിരുന്നു, നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ്സിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുന്നു. നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്താൽ ഈ പ്രോഡക്റ്റുമായിട്ടേ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു പിടിവാശി നമുക്കുണ്ടായിരുന്നു. കാരണം നമുക്ക് അതിലാണ് സൗകര്യം, അതാണ് കംഫർട്ട്. കോവിഡിന്റെ കാലഘട്ടം ഈ ഒരു ചിന്താഗതിയെ ഉടച്ചു വാർത്തു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് മൂവ് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 2 കാര്യങ്ങളെ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, നമ്മുടെ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യാം, മാറ്റിവെക്കുക. അത് മാറ്റിവെച്ചുകൊണ്ട് പുതിയൊരു പ്രോഡക്റ്റിനെ, സർവീസിനെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരും. ഇത് ചെയ്ത് വിജയിച്ച ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്. കാരണം നമ്മുടെ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ, കോവിഡിന്റെ കാലഘട്ടത്തിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട്, സർവൈവ് ചെയ്യാനായിട്ട് എന്റെ പ്രോഡക്റ്റിന് സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, അവർ വഴിമാറി തിങ്ക് ചെയ്ത് പുതിയ പ്രോഡക്റ്റുകളും സർവീസസുകളും ആഡ് ചെയ്തു. നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന്,
നമ്മളുടെ ഇപ്പോഴത്തെ പ്രോഡക്റ്റിന് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല, സെയിൽ കിട്ടുന്നില്ല, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ പുതിയ സർവീസസ് നമുക്ക് ആഡ് ചെയ്യാം, റവന്യൂ സോഴ്സ് നമുക്ക് ഉണ്ടാക്കണം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ റവന്യൂ സോഴ്സ് നിന്നു, നമ്മുടെ പ്രോഡക്റ്റിന് സർവീസിന് സെയിലില്ല. നമുക്ക് റവന്യൂ സോഴ്സ് ജനറേറ്റ് ചെയ്യണം. പുതിയ സർവീസസ്, നമ്മളുടെ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറും മാൻ പവറും യൂസ് ചെയ്തുകൊണ്ട് പുതിയ സർവീസ് നമുക്ക് എന്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചെയ്ത ഒരുപാട് കമ്പനികളും പുതിയ റവന്യൂ സ്ട്രീം ഡെവലപ്പ് ചെയ്ത കമ്പനികളും ഈ കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ചില ചിന്താഗതികളെ ഉടച്ചു വാർത്തു. നമ്മൾക്ക് പിടിവാശി വേണ്ട, നമ്മുടെ പ്രോഡക്റ്റിൽ തന്നെ പിടിച്ചു നിൽക്കുമെന്നുള്ള പിടിവാശി വേണ്ട. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് മറ്റ് സർവീസുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു പുതിയ റവന്യൂ സ്ട്രീം നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഒന്ന്, നമ്മുടെ റവന്യൂ മോഡൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചിക്കാം. ചേഞ്ച് അവർ റവന്യൂ മോഡൽ. ഇപ്പോഴത്തെ റവന്യൂ മോഡൽ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. പുതിയ ഒരു സ്ട്രീം ഓഫ് റവന്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ആ പുതിയ റവന്യൂ മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചിക്കുക. അത് ചെയ്ത ആളുകളുണ്ട്. അതിലൊരു ഉദാഹരണം, എൻ്റെ ഒരു ക്ലയന്റ്, അവർ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഡീൽ ചെയ്തിരുന്ന ആളുകളാണ്. കോവിഡിന്റെ കാലഘട്ടം, ലോക്ക്ഡൌൺ വന്നതോടുകൂടി ബിസിനസ് അമ്പേ ക്ലോസ്ഡ് ആയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഈ എക്യുപ്മെന്റ്സ് മൂവ് ചെയ്യാത്ത ഒരവസ്ഥയായി. ഇത് ഡെലിവറി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ബിസിനസ് ബിഗ് സീറോയിലേക്ക് വന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, അവരുടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് അങ്ങനെ തന്നെ വെച്ച് അവര് മാസ്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടന്നു. മാസ്ക്, നമ്മളിപ്പോ നമ്മുടെ ഫേസ് മാസ്കിലേക്ക് കടന്നു. നമ്മൾ അത്ഭുതപ്പെടും. കഴിഞ്ഞ 3 മാസത്തെ ടേൺ ഓവർ കേട്ടാൽ നമ്മൾ ഞെട്ടും. അവർക്കത് സക്സസ്ഫുൾ. കഴിഞ്ഞ 6 വർഷം മെഡിക്കൽ തലകുത്തി നിന്ന് വിജയിക്കാത്ത വിജയം കഴിഞ്ഞ 3 മാസത്തിൽ അവർക്ക് പുതിയൊരു പ്രോഡക്റ്റ് മാസ്ക് ഇതിലേക്ക് ആഡ് ചെയ്തപ്പോൾ, അതായത് ശശിധ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഒരു മസ്റ്റ് ടു ഹാവ് പ്രോഡക്റ്റിലേക്ക് അവർ വന്നു. ഇറ്റ്സ് എ ഗുഡ് ടു ഹാവ് അല്ല, മാസ്ക് ഒരു ഗുഡ് ടു ഹാവ് അല്ല, ഇപ്പോ ഇറ്റ്സ് എ മസ്റ്റ് ടു ഹാവ് പ്രോഡക്റ്റ്. അടുത്ത 1 വർഷം ഗവൺമെന്റ് നിയമം പാസ്സാക്കി കഴിഞ്ഞു, നമുക്ക് മാസ്ക് ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങാം. 3.5 കോടി ജനം കേരളത്തില് മാസ്ക് ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതൊരു മസ്റ്റ് ടു ഹാവ് പ്രോഡക്റ്റ് ആയി. മാസ്ക് ഇന്നലെ അങ്ങനെ അല്ലായിരുന്നു. കോവിഡിന്റെ കാലഘട്ടത്തിന് മുമ്പ് മാസ്ക് ഇടുക എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കില്ല. പക്ഷെ ഇന്ന് മാസ്ക് എന്താണ്, മസ്റ്റ് ടു ഹാവ് പ്രോഡക്റ്റ് ആയി. ഇന്ന് കേരളത്തിലെ ഓരോ വ്യക്തിക്കും ഇത് ആവശ്യമുണ്ട്. അവരവരുടെ പ്രോഡക്റ്റ് ഡൈവേർട്ട്, റവന്യൂ മോഡൽ ഡൈവേർട്ട് ചെയ്യും. ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്, സർവൈവൽ സ്ട്രാറ്റജിയാണ്. 2, നമുക്ക് പിവറ്റ് ചെയ്യാം. പിവറ്റിംഗ് എന്ന് പറയാം. എന്താണ് പിവറ്റിംഗ്? നമ്മൾ ഇതുവരെ ചെയ്ത പ്രോഡക്റ്റ് സക്സസ്ഫുൾ അല്ല, എന്ത് ചെയ്യാം, ആ പ്രോഡക്റ്റ് സക്സസ്ഫുൾ അല്ല, അതിനെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ മേഖലകളിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോ അതിനുള്ള ഒരു അവസരമാണ് ഈ ഡിസ്റപ്ഷൻ. അതിനുള്ള ഒരു അവസരമാണ്. നമ്മുടെ പ്രോഡക്റ്റ് സക്സസ്ഫുൾ ആവുന്നില്ല, വിജയിക്കുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ഗുണമില്ല എന്ന് തോന്നിയാൽ അതിനെ പിടിച്ചു നിർത്തി അതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു പിടിവാശി ഉപേക്ഷിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പ്രോഡക്റ്റിലേക്ക് നമുക്ക് വരാം. ചിലപ്പോ ചില സന്ദർഭങ്ങൾ നമ്മുടെ ഇതിന് നിർബന്ധിതരാക്കും. ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടം ഇത്തരം ഒരു സന്ദർഭമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ലീഷർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരാൾ, ബിസിനസ് ബിഗ് സീറോയാണ്. ടൂറിസം തകർന്നു, ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റ് തകർന്നിരിക്കുന്നു, ലീഷർ സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്നു. എന്ത് ചെയ്യും? എന്റെ പ്രോഡക്റ്റ് ഈ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യാം, എന്റെ പ്രോഡക്റ്റിനിൽ നിന്ന് ഞാൻ പിവറ്റ് ചെയ്യുക, മാറിക്കൊണ്ട് പുതിയൊരു പ്രോഡക്റ്റിലേക്ക് എനിക്ക് കടന്നേ പറ്റും. അവിടെ ഞാൻ എന്ത് ചെയ്യാം, ഈ സന്ദർഭത്തിന് അനുയോജ്യമായ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് അത് സെല് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അവിടെ നമ്മൾ ഒരിക്കലും ദുരഭിമാനം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ബിസിനസ്സാണ്. നമ്മൾ ചെയ്യേണ്ട പ്രോഡക്റ്റുകൾ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണം. റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കണം. കോവിഡ് കഴിയുന്നത് വരെ നമ്മൾ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇരുന്നാൽ നമ്മൾ സർവൈവ് ചെയ്യില്ല. അടുത്ത ഡിസംബർ വരെ നമ്മൾ സർവൈവ് ചെയ്യണമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഓഗസ്റ്റിൽ അടക്കി വെച്ച EMI മുഴുവൻ ശരവേഗത്തിൽ നമ്മളിലേക്ക് തിരിച്ചു വരും. വി ഹാവ് ടു ഫൈൻഡ് മണി. ഈ പണം നമുക്ക് കണ്ടെത്തിയേ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സമയമില്ല. നമ്മളുടെ ചിന്തകൾ വളരെ സ്പീഡിൽ നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ 2 സ്ട്രാറ്റജീസ് നമ്മൾ കണ്ടു. ഇത് രണ്ടും വിജയിച്ച സ്ട്രാറ്റജീസ് ആണ്. ഈ ഘട്ടത്തില് സ്റ്റാർട്ടപ്പുകൾ ചേഞ്ച് ചെയ്ത സ്ട്രാറ്റജീസ് ആണ്. നമ്മുടെ
എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് മാറ്റിവെച്ചുകൊണ്ട് വേണമെങ്കിൽ പുതിയ പ്രോഡക്റ്റുകളോ സർവീസസോ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഉദാഹരണം പറഞ്ഞു. 2, നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, വിജയിക്കില്ല എന്നുള്ള ഉറപ്പുള്ള പ്രോഡക്റ്റ് എനിക്കൊന്ന് ഹോസ്റ്റ് തന്നെ മ്യൂട്ട് ചെയ്തു തോന്നുന്നു, ഉപേക്ഷിക്കുകയും പുതിയ പ്രോഡക്റ്റുകളിലേക്ക് നമുക്ക് വരികയും ചെയ്യുക എന്നുള്ളത്. ഇത് രണ്ടാമത്തെ സ്ട്രാറ്റജി. 3, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു, നാസ്കോമിന്റെ സ്റ്റഡിയിൽ പറഞ്ഞ ഒരു കാര്യം സാലറീസ് കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാലറി കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യം. അത് കട്ട് ഡൗൺ ചെയ്യുന്നതിന് പകരം ഈ സമയത്ത് കമ്പനീസ് പരീക്ഷിച്ച് വിജയിച്ച ഒരു സ്ട്രാറ്റജി ഉണ്ട്. സാലറീസ് ഡെഫർ ചെയ്യുക, ഡെഫർമെന്റ്. നമ്മുടെ ധനകാര്യമന്ത്രി പലതവണ പറഞ്ഞ് നമ്മൾ കേട്ട ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരെ 3 മാസത്തെ ശമ്പളം അല്ലെ ഒരു പെർസെൻറ്റേജ് ഡെഫർ ചെയ്യുന്നു. എന്താണ് ഡെഫർ ചെയ്യുന്ന? ഇപ്പൊ കൊടുക്കുന്നില്ല, പിന്നീട് നമ്മൾ കൊടുക്കും അല്ലെ. നമ്മുടെ സാമ്പത്തിക അവസ്ഥ റെഡിയായി വരുന്ന ഒരു സമയത്ത് നമുക്ക് കൊടുക്കും. ഇത് നമുക്ക് നമ്മുടെ എംപ്ലോയീസുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അവരുടെ കൺസെന്റോടുകൂടി നമുക്കിത് ചെയ്യാം. എന്ത് ചെയ്യാം? നമുക്ക് അവരുടെ സാലറിയുടെ ഒരു ഭാഗം ഡെഫർ ചെയ്യാം. അത് എത്ര ശതമാനം വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അതായത് ഇപ്പോൾ നമ്മൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിച്ച് നമ്മുടെ റവന്യൂ സാധാരണ നിലയിലേക്ക് വരുമ്പോൾ ഈ സാലറി അവർ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ അവർക്ക് തിരികെ കൊടുക്കും. അപ്പൊ ഡെഫർമെന്റ് ഓഫ് സാലറി ഒരു സ്ട്രാറ്റജിയാണ്. ഇവിടെ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എംപ്ലോയിനെ നമ്മൾ പിരിച്ചുവിടുന്നില്ല. 2, അവരുടെ സാലറി നമ്മൾ വെട്ടിക്കുറക്കുന്നില്ല. ഈ 2 പ്രോബ്ലവും നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ സാലറി വെട്ടിക്കുറക്കണ്ട, അവരെ പിരിച്ചുവിടേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മുടെ ഓർഗനൈസേഷന്റെ എക്സ്പെൻഡിച്ചർ നമുക്ക് കുറക്കാം. നമ്മുടെ സാലറി ഡെഫർ ചെയ്യാം. 3 മാസത്തേക്കോ 6 മാസത്തേക്കോ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് അവരുടെ സാലറിയുടെ ഒരു ഭാഗം നമുക്ക് ഡെഫർ ചെയ്യാം. 2 ഭാഗത്തും ഗുണകരമാണ്. അവർക്ക് അവരുടെ മിതമായ ചെലവുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ടിട്ട് ഈ ഒരു സാലറിയിൽ ജീവിച്ചു പോകാനായിട്ട് പറ്റും. ഓർഗനൈസേഷന്റെ എക്സ്പെൻഡിച്ചർ നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. അപ്പൊ 3 സ്ട്രാറ്റജീസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇവിടെ സംഭവിച്ച വലിയൊരു കാര്യം, ഇപ്പൊ ഷെറിൻ സാർ അദ്ദേഹം പറഞ്ഞപ്പോൾ പല കാര്യങ്ങളിലും ഒന്നായി ചൂണ്ടിക്കാണിച്ചു. വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു കൾച്ചറിലേക്ക് നമ്മൾ വന്നു. ഞാനിപ്പോ ഓഫീസിൽ പോയിട്ട് 2 ആഴ്ചയായി, വീട്ടിലാണ്, എൻ്റെ മുറിയിലാണ്. മീറ്റിങ്ങുകൾ മുഴുവൻ നടക്കുന്നത് വീട്ടിലിരുന്നാണ്. ഓഫീസർ എല്ലാവരും, ഞങ്ങളെല്ലാവരും, കൊളീഗ്സ് എല്ലാവരും വീടുകളിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളുടെയും ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് സംഭവിക്കേണ്ട ആവശ്യമില്ലാത്ത മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു സ്ഥിതി ഇതാണ്, വർക്ക് ഫ്രം ഹോം എന്നുള്ളത്. ഇത് നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് തന്നെ ഇതിനെ വർക്ക് ഫ്രം ഹോമിനെ ഒരു കൾച്ചറായിട്ട് കൊണ്ടുവരുന്ന ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നു, മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മളെ പോലത്തെ ചെറിയ ഫേമുകളിലേക്ക് ഒരിക്കലും വന്നുകൊണ്ടിരുന്നില്ല. ഇപ്പൊ കൾച്ചർ മാറി. ഇപ്പൊ നമുക്കറിയാം അതല്ലാതെ വേറെ നിവൃത്തിയില്ല. പക്ഷെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? ഇതിന്റെ ഒരു ബെനിഫിറ്റ്, വർക്ക് ഫ്രം ഹോം കൾച്ചർ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ബെനിഫിറ്റ്, നമ്മുടെ ഓർഗനൈസേഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ നമുക്ക് കട്ട് ഡൗൺ ചെയ്യും, കുറക്കാം. കൂടുതൽ പ്രൊഡക്ടിവിറ്റി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് വന്നിരിക്കുമ്പോൾ AC ഓൺ ചെയ്യുന്നത് ഉൾപ്പെടെ ഇലക്ട്രിസിറ്റി ചാർജ്, ടെലിഫോൺ എക്സ്പെൻഡിച്ചർ, അമ്യൂണിറ്റീസ് ടു സ്റ്റാഫ്, അവർക്ക് കൊടുക്കുന്ന വെൽഫെയർ, ഇതിലെല്ലാം വലിയൊരു കുറവ് നമുക്ക് ഈ കാലഘട്ടത്തിൽ വർക്ക് ഫ്രം ഹോം എന്നുള്ള സ്ട്രാറ്റജി നമുക്ക് കൊണ്ടുവന്നാൽ സാധിക്കും. നമ്മുടെ റണ്ണിങ് എക്സ്പെൻസ് വലിയൊരു അളവ് വരെ കുറയും. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു IT ഫേമിന്റെ CEO പറഞ്ഞു, ഞങ്ങൾ ഓഫീസ് വിടാൻ തീരുമാനിക്കും. ഞാൻ ചോദിച്ചു, ഓഫീസ് വിട്ടാൽ എങ്ങനെ വർക്ക് ചെയ്യും? ഓഫീസ് ഇല്ലാതെയാണ് ഈ കഴിഞ്ഞ 3 മാസം വർക്ക് ചെയ്തത്. ഓഫീസിന്റെ ആവശ്യമില്ല. 40,000 രൂപ റെന്റ് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്റ്റാഫും വന്നിരുന്ന അതിന്റെ AC എല്ലാം കൂടി ആകുമ്പോൾ ഒരു മാസം ഒരു 10,75,000 രൂപ എക്സ്പെൻഡിച്ചർ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് കമ്പനികൾ പരീക്ഷിക്കുകയും വിജയിക്കുകയും ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ്. ഇത് നമുക്ക് എത്രമാത്രം നമ്മുടെ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാമോ അത്രമാത്രം നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കാം.
വർക്ക് ഫ്രം ഹോം നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു എംപ്ലോയി അയാളുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്താനായിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ട്രാവൽ ചെയ്യണം. നമ്മുടെ റോഡുകളുടെ അവസ്ഥ, ട്രാഫിക് ബ്ലോക്കുകൾ, ഇതൊക്കെ കടന്ന് ഈവൻ മാനസികമായി പോലും ഒരല്പം ഡിജക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ഓഫീസിലേക്ക് എത്തുന്നു. ഒരു ദിവസം 2.5-3 മണിക്കൂർ ട്രാവലിന് വേണ്ടി വിനിയോഗിക്കുന്നു. ഈവൻ ചില അവസരങ്ങളിൽ അതിനേക്കാൾ കൂടുതൽ ട്രാവലിന് വേണ്ടി വിനിയോഗിക്കുന്നു. ഈ 3 മണിക്കൂർ സേവ് ചെയ്യണം ഒരു ദിവസം. ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല, വീട്ടിലിരിക്കാം, വർക്ക് ചെയ്യാം. അപ്പോൾ ഒരു വ്യക്തിക്ക് അയാളുടെ ശാരീരികമായ പല ബുദ്ധിമുട്ടുകളെയും ഒഴിവാക്കിക്കൊണ്ട് ട്രാവലിംഗ് ടൈം സേവ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാവുന്ന സെഗ്മെന്റുകളാണ് നമ്മളെങ്കിൽ, ഞാൻ പറഞ്ഞ സെഗ്മെന്റുകളാണ് എങ്കിൽ, എല്ലാ ബിസിനസ്സിലും ചിലപ്പോൾ ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇത് സാധിക്കുന്ന ബിസിനസ്സുകൾ ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്യണം. ഒരു കൺവെൻഷണൽ ബിസിനസ് മോഡൽ മാറിക്കഴിഞ്ഞു. ഒരു കൺവെൻഷണൽ ബിസിനസ് മോഡലിലെ ഞാൻ പോകൂ എന്ന് പറഞ്ഞാൽ അതിനെ പൊളിച്ചെഴുതാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ തിങ്കിങ് മാറണം. അപ്പോൾ ഞാൻ ഒരു പുതിയ കൾച്ചറിലേക്ക് എൻ്റെ ഓർഗനൈസേഷൻ, എൻ്റെ എംപ്ലോയീസിനെ ഞാനും മാറുകയാണ്. ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നാൽ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് വളരെ ഡ്രാസ്റ്റിക്കലി ആയിട്ട് വെട്ടിക്കുറക്കാവുന്ന ഒരു ഏരിയയാണ് വർക്ക് ഫ്രം ഹോം എന്ന കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാസ്കോമിന്റെ ഒരു വളരെ പ്രസക്തമായ ഒരു കണ്ടെത്തൽ, 60% വരുന്ന B2C സെഗ്മെന്റുകൾ പൂട്ടിപ്പോവും എന്നുള്ളതാണ്. B2C, ബിസിനസ് ടു കൺസ്യൂമർ സെഗ്മെന്റ് പൂട്ടിപ്പോവും, 60% സ്റ്റാർട്ടപ്പ്. അതേസമയം B2B സെഗ്മെന്റുകൾ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ബിസിനസ് മോഡലുകൾ നമ്മൾ ആലോചിക്കണം. നമ്മുടെ B2B, ബിസിനസ് ടു ബിസിനസ് ആണോ, ബിസിനസ് ടു കൺസ്യൂമർ ആണോ എങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു കൊളാബറേഷൻ നമുക്ക് ആവശ്യമാണ്. എന്താണ്? B2B കൂടി നമ്മളുടെ ബിസിനസിന്റെ ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. B2Bയും B2Cയും സമന്വയിപ്പിച്ച് എങ്ങനെ കൊണ്ടുപോകാമെന്ന് സാധിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു സെഗ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സെഗ്മെന്റിൽ നിന്ന് റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ഫീൽഡ് അത് B2C ആണോ B2B ആണോ, അതിൽ B2C സെഗ്മെന്റ് ആണെങ്കിൽ B2B സെഗ്മെന്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതായത് മറ്റ് ബിസിനസ്സുകളെ ഹെൽപ്പ് ചെയ്യുന്ന, അവർക്ക് വേണ്ടി അവരെ അസിസ്റ്റ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റംസോ പ്രോഡക്റ്റോ സർവീസസോ നമുക്ക് നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ എൻഡ് യൂസർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമർക്ക് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ സർവീസ് ആവശ്യമില്ലാതെ വന്നാലും B2B സെഗ്മെന്റിൽ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ലോകത്തെ പല കമ്പനികളും ഈ കാലയളവിൽ ചെയ്ത് വിജയിച്ച ഒരു സ്ട്രാറ്റജി. തൽക്കാലം നമുക്ക് പുതിയ പ്രോജക്റ്റുകളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല, എക്സ്പാൻഷൻ പ്ലാനുകളിലേക്ക് നമുക്ക് കടക്കേണ്ട ആവശ്യമില്ല, ഫണ്ട് ഇല്ലെങ്കിൽ. അതല്ല, ആവശ്യത്തിന് ഫണ്ട് നമ്മളുടെ കയ്യിലുണ്ട്, നമുക്ക് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള ഒരു സാമ്പത്തിക ഭദ്രത നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അതില്ലാത്ത എല്ലാ ഫേമുകളും ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി ഇപ്പൊ എന്ത് ചെയ്യുക, ഒരു കൂളിംഗ് പീരീഡ് ആണ്. നമ്മൾ വലിയ കളികൾക്കൊന്നും മുതിരേണ്ട ഒരു സമയമല്ല ഇത്. പുതിയ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുക, പുതിയ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ലോഞ്ച് ചെയ്യുന്ന ഒരു സമയമേമല്ല. സർവൈവലാണ് ഇവിടെ മുഖ്യം. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ക്യാഷ് ഫ്ലോ പരമാവധി സംരക്ഷിക്കുക. അനാവശ്യമായിട്ടുള്ള പോകുന്ന ഫണ്ടുകളെ മുഴുവൻ തടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മാറ്റിവെക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ എക്സ്പാൻഷൻ ന്യൂ പ്രോജക്റ്റുകളെ എന്ത് ചെയ്യുക, നമ്മൾ മാറ്റിവെക്കുക. പൂർണ്ണമായും നമ്മളുടെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ഓപ്പറേഷനിൽ നിന്ന് എങ്ങനെ റവന്യൂ റൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അവിടെ ബിസിനസ് മോഡലിന്റെ ചേഞ്ച് ആവശ്യമാണോ, നമ്മുടെ റവന്യൂ സ്ട്രീം പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നമ്മുടെ എക്സ്പെൻസുകൾ നമുക്ക് വെട്ടിക്കുറക്കാവുന്ന ഏരിയകൾ, ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പല സ്ട്രാറ്റജി അല്ലെ, നമ്മൾ പറഞ്ഞ ഡെഫർമെന്റ് ഓഫ് എക്സ്പെൻസ് ഉൾപ്പെടെ, വർക്ക് ഫ്രം ഹോം ഉൾപ്പെടെ നമുക്ക് നമ്മുടെ എക്സ്പെൻസ് കുറക്കാവുന്ന സാധ്യതയുള്ള മേഖലകൾ എന്തൊക്കെയാണ്, ഇത് നമുക്ക് വെട്ടിക്കുറച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പണം
പരമാവധി പുറത്തേക്ക് പോകാത്ത രൂപത്തിലേക്ക് നമുക്ക് ഈ അവസരത്തിൽ സംരക്ഷിച്ചാൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് നമുക്ക് കൂടുതലാണ്. അതേസമയം പഴയ പോലെ തന്നെ ഔട്ട്ഫ്ലോ നിൽക്കട്ടെ എന്നാണ് നമ്മളുടെ ഒരു ചിന്താഗതി എങ്കിൽ നമുക്ക് കൂടുതൽ കാലം സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ രണ്ട് കാര്യങ്ങളെ നമുക്ക് ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ. ഒന്ന്, നമ്മുടെ റവന്യൂ സ്ട്രീം മെയിൻറ്റെയിൻ ചെയ്യുക. വേണമെങ്കിൽ പുതിയ റവന്യൂ സ്ട്രീം നമ്മളിലേക്ക് കൊണ്ടുവരിക. പണം ഉള്ളിലേക്ക് വന്നേ തീരൂ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? രണ്ട്, പുറത്തേക്ക് പോകുന്ന പണം ഏറ്റവും കുറച്ചെങ്ങനെ നമുക്ക് ചെലവഴിക്കാനായിട്ട് സാധിക്കും. ഇതിലുള്ള സ്ട്രാറ്റജീസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ്. പിന്നെ മുമ്പ് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, സർവീസ് ഉണ്ടാക്കി, നമ്മുടെ ലിമിറ്റഡ് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ഗ്ലോബലി മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. നമ്മുടെ മുന്നിൽ വിപണി, ഗ്ലോബൽ ആയിട്ടുള്ള ഒരു വിപണി, ഒരു ആഗോള വിപണി നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുക. ഇതിനെ എങ്ങനെ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും? നമ്മളുടെ ഇപ്പോ നമുക്ക് പല സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പല കാര്യങ്ങളും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്തേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഒരു ആത്മനിർഭർ ഭാരത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യണം. മുമ്പ് പുറത്തുനിന്ന്, ഇപ്പൊ ഗാലിദ് സാർ അത് ചൂണ്ടിക്കാട്ടി, ഫർണിച്ചറിന്റെ 57% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് പുറത്തുനിന്നാണ്. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ഇവിടെ വിൽക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾക്കിവിടെ ഇത് നിർമ്മിച്ചുകൂടാ? ഇതേ സെഗ്മെന്റുകൾ എടുക്കുമ്പോൾ നമുക്ക് കടന്നു ചെല്ലാവുന്ന 10,000-കണക്കിന് ബിസിനസ് അവസരങ്ങൾ കേരളത്തിലുണ്ട്. ഇവയെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന ഫീൽഡിൽ പല കമ്പനികൾക്ക് ഒരുമിച്ച് ചേർന്ന് കൊണ്ടിട്ട് കസ്റ്റമേഴ്സിനെ സമീപിക്കാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റും ഈ കൊളാബറേറ്റീവ് മൂവ്മെന്റിൽ മൂവ് ചെയ്ത് തുടങ്ങും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കർഷകർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കും. എല്ലാ കർഷകർക്കും ആ പ്ലാറ്റ്ഫോമിലൂടെ സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്ലാറ്റ്ഫോം എന്താ ചെയ്യുന്നത്? ഒരു കർഷകനെ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത്, പല കർഷകരെ ഒരുമിച്ച് കൂട്ടി അവരുടെ പ്രോഡക്റ്റുകളെ കൺസ്യൂമർക്ക് മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിന് സാധിക്കും. അത് ഈ തരം കൊളാബറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാവുന്ന ഏരിയകൾ എന്തൊക്കെയാണ്? മുമ്പ് നേരത്തെ ഓരോരുത്തരുടെ സർവൈവലിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിരുന്നു എങ്കിൽ ഇപ്പോ വേണമെങ്കിൽ ഒരുമിച്ച് സർവൈവലിന് വേണ്ടി പ്രവർത്തിക്കാവുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതും നമ്മൾ ചിന്തിക്കണം. കൺവെൻഷണൽ ആയിട്ടുള്ള എല്ലാ ചിന്താഗതികളും, പരമ്പരാഗതമായി നമ്മൾ ആലോചിച്ചു വെച്ച എല്ലാ ചിന്താഗതികളും മാറ്റി പുതിയൊരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ തിങ്ക് ചെയ്യുന്നിടത്താണ് നമ്മൾക്ക് വിജയം ഉണ്ടാവുന്നത്. അവിടെ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതാണ് ഇന്നലെ ചെയ്തത്, ഇത് മാത്രമേ ചെയ്യൂ എന്നുള്ളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായ പല വീഡിയോകൾ നമ്മൾ കണ്ടു. എന്താണ്, ഇന്നലെ വരെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം കാറിൽ മത്തിയായിട്ട് വന്ന് മത്തി വിൽക്കുന്നു. ഇത് നമ്മുടെ കൺമുന്നിൽ കണ്ട ഒരു കാര്യമാണ്. നമുക്ക് വിശ്വസിക്കാം. അതായത് പാൻസും ഷർട്ടും ഇട്ട്, ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് ടൈയും കെട്ടി വന്ന് നിന്നിട്ട് ഞാൻ മത്തി വിൽക്കുകയാണ്. ഇത് നമുക്കൊരു 3-4 മാസത്തിന് മുമ്പ് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ചില സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? തള്ളിവിടുകയാണ്. ഇവിടെ നമുക്ക് ചിലപ്പോൾ എന്താ, ഇതിനെക്കുറിച്ച് ആലോചിക്കാനൊന്നുമില്ല. അവിടെ നമുക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ഒന്നിലും കുടുങ്ങേണ്ട ആവശ്യമില്ല. എവിടെയാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുക, ഏത് പ്രോഡക്റ്റുകൾ എടുത്താണ് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുക, ഞാൻ ഇത് മാത്രമേ ചെയ്യൂ, ഇത് മാത്രം ചെയ്തേ വിജയിക്കൂ എന്നുള്ള ഒരു കഠിനമായ ഒരു പ്രതിജ്ഞയൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ സർവൈവലാണ് മുഖ്യം. ഏത് പ്രോഡക്റ്റുകൾ വേണമെങ്കിലും എടുക്കാം. ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന്, നമുക്ക് പിവേറ്റ് ചെയ്യാം. നമ്മുടെ എൻ്റയർ പ്രോഡക്റ്റ് മാറ്റി പുതിയ പ്രോഡക്റ്റോ സർവീസോ നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോ മൂവ് ചെയ്യാത്ത പ്രോഡക്റ്റുകൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് മറ്റ് പ്രോഡക്റ്റോ സർവീസോ ആഡ് ചെയ്യുകയും ഇത് മൂവ്മെന്റ് വരുന്ന ഒരു സമയത്ത് മാത്രം നമ്മൾ ഈ പ്രോഡക്റ്റിനെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എക്സ്പെൻസുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും, പുതിയ റവന്യൂ സ്ട്രീമുകൾ നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഈ തിങ്കിങ്ങിലൂടെ പോയാൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അത് കൂടാതെ തന്നെ ഗവൺമെന്റ് സപ്പോർട്ടുകളും നമുക്കിപ്പോൾ ധാരാളം.
കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ, സജി സാറിന്റെ ഓർഗനൈസേഷൻ തന്നെ ഇനീഷ്യലി ചെയ്ത വലിയൊരു കാര്യമുണ്ട്. കാരണം ഫൈനാൻഷ്യൽ ക്രഞ്ചാണ് ഒരു സ്റ്റാർട്ടപ്പിനെ നാശത്തിലേക്ക് നയിക്കുക, ഡൂം ചെയ്യുക, അതിനെ ഇല്ലാതാക്കുക. ഇത് റെക്കഗ്നൈസ് ചെയ്തത് സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്ക്ഡൌൺ തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ സീഡ് ഫണ്ടും ഗ്രാന്റുകളും ഇഷ്യൂ ചെയ്തു. ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക് ഇത് ഗുണകരമായി. കാരണം അഡ്വാൻസ് ആയിട്ട് കുറെ പണം അവരിലേക്ക് എത്തിക്കാനായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷന് സാധിച്ചു. ഇത് കുറെ സ്റ്റാർട്ടപ്പുകളെ, ബിസിനസ്സുകളെ നിലനിർത്തി. രണ്ട്, ഇന്നലെ നമ്മുടെ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചത് സൈസാർ പറയുകയും ചെയ്തു. അതായത് നമുക്ക് വളരെ ഫേം ആയിട്ടുള്ള ഒരു പർച്ചേസ് ഓർഡർ ഉണ്ടെങ്കിൽ KFC നമുക്ക് ലോൺ തരാൻ തയ്യാറാണ്. നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഒരാളുണ്ടോ, അയാളുടെ നിന്ന് ഒരു പർച്ചേസ് ഓർഡർ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ, ഈ പർച്ചേസ് ഓർഡർ KFC കൊടുത്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ KFC തരാനായിട്ട് തയ്യാറാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ സർവീസിനോ യാതൊരു ഭംഗം വരാത്ത രീതിയിലേക്കുള്ള ഒരു ഫൈനാൻഷ്യൽ ആയിട്ട് ഒരു സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇതിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അയ്യോ ഇത് കോവിഡ് കാലഘട്ടമാണ്, ലോക്ക്ഡൌൺ ആണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്റെ റവന്യൂ എല്ലാം ബ്ലോക്ക് ആയല്ലോ എന്ന് ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ചിരുന്നാൽ നമ്മൾ ഒരിടത്തും എത്താൻ പോകുന്നില്ല. നമ്മള് ഹ്യൂമൻ ബീയിങ് ആണ്, മനുഷ്യവംശമാണ്. ഈ മനുഷ്യവർഗം എവല്യൂഷൻ തൊട്ടിട്ട്, നമ്മുടെ പരിണാമം തൊട്ടിട്ട് ഇന്നു വരെയുള്ള ഇത്തരം ഒരുപാട് പാൻഡമിക്കുകൾ, ഒരുപാട് യുദ്ധങ്ങൾ അതിജീവിച്ചാണ് നമ്മൾ വന്നത്. നമ്മൾ ഇതിനെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ ഇവിടെ നമുക്കിപ്പോ ഒരു ഇനേർഷ്യ വന്നിട്ടുണ്ട്. എന്താണ് ഇനേർഷ്യ? ഇത് കടന്നു പോട്ടെ, അതിന് ശേഷം ഞാൻ ചെയ്യാം. അല്ല, ഇതിനോട് ഫൈറ്റ് ചെയ്യണം. വേണം, നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റണം. ഈ ഫൈറ്റ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റുക. എന്നാലും നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഫൈറ്റിനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവരിക. എന്തു വന്നാലും ഞാൻ മുമ്പോട്ട് പോകും. ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ്, ഈ സർവീസ് അല്ലെങ്കിൽ മറ്റൊരു സർവീസ്, എന്റെ എക്സ്പെൻസുകൾ എവിടെയൊക്കെ എനിക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും, കട്ട് ഡൗൺ ചെയ്യാം. പുതിയ റവന്യൂ സ്ട്രീം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, റവന്യൂ സ്ട്രീം ഉണ്ടാക്കുക. മറ്റുള്ളവരുമായിട്ട് എനിക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമോ, കൊളാബറേറ്റ് ചെയ്യുക. ഒരുമിച്ച് മൂവ് ചെയ്യുക, ഒരുമിച്ച് വിജയം കണ്ടെത്തുക, ഒരുമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഈ സർവൈവൽ ഫൈറ്റ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയും കോവിഡ് കാലം കഴിയാൻ നിൽക്കണ്ട, കോവിഡിനൊപ്പം ജീവിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെ വന്നു കഴിഞ്ഞു. കോവിഡിനൊപ്പമേ നമുക്ക് ജീവിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ. ഇത് മാറിയിട്ടുള്ള ഒരു ഭാവിയല്ല നമ്മൾ കാണേണ്ടത്. കോവിഡിനൊപ്പം ജീവിക്കുക, അതിനൊപ്പം ഫൈറ്റ് ചെയ്യുക, നമ്മുടെ ജീവിതമാർഗത്തെ കണ്ടെത്തുക, മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം സെഷൻസ് നമ്മൾ ഇനി വരുന്ന ആഴ്ചകളിൽ തുടരും. മോർ സ്ട്രാറ്റജീസ്, നമ്മൾ ഒരുപാട് സ്ട്രാറ്റജീസ് നമുക്കുണ്ട്. ഇത് മുഴുവൻ ഒറ്റ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരുപാട് സമയം നമുക്ക് ചെലവഴിക്കണം. നമുക്ക് എക്സാമ്പിൾസ് വെച്ച് ഡിസ്കസ് ചെയ്ത് ഓരോ തവണയും സർവൈവിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുക. എല്ലാവരും ഡിസ്കഷൻസുകളിൽ പങ്കെടുക്കുക, നിങ്ങളുടേതായ സജഷൻസ് പറയുക, നമുക്കുള്ള അറിവുകൾ നമ്മൾ പങ്കുവെക്കുക. നമുക്ക് ചില തന്ത്രങ്ങൾ നമുക്കറിയാനായിട്ട് പറ്റും, നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രങ്ങൾ ഉണ്ടാവും, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. സംസാരിക്കാതിരിക്കരുത്, മിണ്ടാതിരിക്കരുത്, പറയാതിരിക്കരുത്, പ്രവർത്തിക്കാതിരിക്കരുത്. ഇതിനൊക്കെയുള്ള സമയമാണിത്. മറ്റു സമയങ്ങളെല്ലാം കടന്നുപോയി. ഇനി മിണ്ടാതിരിക്കുകയും പ്രവർത്തിക്കാതെ ഇരിക്കുകയും ചെയ്താൽ നമ്മളാണ് ശവക്കുഴിയിൽ പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ നിമിഷം, ഈ മൊമെന്റ് വെച്ച് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുക, സർവൈവ് ചെയ്യാൻ തയ്യാറാവുക. ആദ്യം സർവൈവ് ചെയ്യുക, അതിനുശേഷം നമുക്ക് ഗ്രോ ചെയ്യാം. നമുക്ക് ഈ പീരീഡ്, കോവിഡ് പീരീഡ് കഴിയുന്നത് വരെ സർവൈവ് ചെയ്യാനുള്ള മാർഗങ്ങൾ ആലോചിക്കുക. നമ്മൾ ഇവിടെ ഉണ്ടാവും, എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഞാനും സർവൈവ് ചെയ്യും, ബൈജുവും സർവൈവ് ചെയ്യും, നമ്മുടെ ഓർഗനൈസേഷൻസ് സർവൈവ് ചെയ്യും, എല്ലാ ഓൺട്രപ്രണേഴ്സും സർവൈവ് ചെയ്യും. നമ്മൾ ഇനിയും കാണും, ഇനിയും ഡിസ്കസ് ചെയ്യും. പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളെ നമ്മൾ ഒരുമിച്ച് നേരിടും. എല്ലാത്തിനും എന്ത് സപ്പോർട്ടിന് വേണ്ടിയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവും എന്ന ഒരു ഉറപ്പോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.